ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു സ്പെഷ്യലായിട്ടുള്ള വ്ളോഗാട്ടോ. എൻ്റെ കുഞ്ഞു ഐഷുമാൻ്റെ 7th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായിരിക്കണം കേട്ടോ ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾക്കൊരാഗ്രഹം, അവൾക്ക് പാർക്കിൽ പോകണം, ഐസ്ക്രീം വാങ്ങണം, കേക്ക് വാങ്ങണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾ ആഗ്രഹമല്ലേ, അടുത്ത വർഷം അടുത്ത ബർത്ത്ഡേക്ക് നമ്മൾ ആരാ എന്താ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രയാസവും തലവേദനയും ഒക്കെ ഉള്ളൊരിതായിരുന്നു. അങ്ങനെ അവളിങ്ങനെ പറഞ്ഞ് ഞാനും എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും ഉപ്പയും അവൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എന്തായാലും അവൾ ആഗ്രഹമല്ലേ എന്നൊന്ന് പോകാൻ വിചാരിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള കുറ്റിപ്പുറമുള്ള നിളാ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിന് ആസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു 4 മണിയൊക്കെ ആയിക്കണ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് 2 പേരും കൂടി വന്നിരുന്നത്. അങ്ങനെ ഇത് ആ പാർക്കിൽ എത്താനായിട്ട് കേട്ടോ. ഒരു കുറ്റിപ്പുറം നിളാ പാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുവിധം ആളുകൾക്കൊക്കെ. പുഴേൻ്റെ അരികിലായിട്ടാണ് ഈ പാർക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാരും നടന്നു വന്നു. ഇതാ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും ടിക്കറ്റ് ആവശ്യമാണ്. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് ആവശ്യമാണ് കേട്ടോ. അങ്ങനെ എനിക്കും ഐശ്വര്യം കൂടിയുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ വാങ്ങി പോന്നു. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്തായാലും ഞങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. പോണ വഴിക്ക് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവൾക്ക് കുറച്ച് നേരം ഇവിടെ ഊഞ്ഞാലാടണം, കളിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വയ്യെങ്കിലും അവളൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറി. പ്രത്യേകിച്ച് കളിക്കാൻ കുട്ടികൾക്ക് കളിക്കാനുള്ളതെന്നുള്ളൂ. പിന്നെ വലിയവർക്ക് വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും കുട്ടികൾ മാത്രമൊന്നുമല്ല, വലിയവരും വന്നിരിക്കും. ഒരു എന്താ പറയുക, ഒരു റിലാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഐഷു നല്ല ഹാപ്പി ആയിരിക്കണം കേട്ടോ. അവൾ പറഞ്ഞത് അതേപോലെ കിട്ടി എന്നുള്ള ഒരു എന്താ പറയുക, അവൾ വിചാരിച്ച പോലെ അവൾക്ക് അന്ന് എന്തോ ഒരു ആഗ്രഹം പോകണം എന്ന് തന്നെ. പക്ഷേ എന്തായാലും മറ്റുള്ളൊന്നും കാര്യമാക്കാതെ തന്നെ അവളൊന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും അവളും കൂടി ഇതാ പാർക്കിലൊക്കെ കയറിന്. അപ്പം പിന്നെ ഐസ്ക്രീമിൻ്റെയും മിഠായിൻ്റെയും കൗണ്ടറൊക്കെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. പോകുമ്പോൾ എന്തായാലും നമുക്ക് വാങ്ങാമെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഇതാ പാർക്കിൻ്റെ നടന്നു പോകുന്ന ഫുട്പാത്തിൻ്റെ സൈഡിൽ ഇതേപോലെയുള്ള ഒരു എന്താ പറയുക, സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു കാര്യം. കുളിക്കുന്ന ഭാഗമൊന്നുമല്ല, പക്ഷെ വെള്ളം നിറച്ചത്. വേനൽക്കാലമായ കാരണം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ വെള്ളമൊക്കെ വറ്റിയായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ, ചില ചെടികളൊക്കെ നല്ല പച്ചപ്പുകളൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഒരുപാട് ഉണങ്ങിയിട്ടുണ്ട്. ചില മഴ ഉള്ള സമയത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനൊക്കെ. അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നു. ഓൾക്കാണെങ്കിൽ കളിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ നടന്നു വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. 4:30 സമയമായിക്കട്ടെ. ഞങ്ങൾക്കൊരു 5 മണി ആകുമ്പോൾ 5:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണം. കാരണം അവൾക്ക് കേക്ക് വാങ്ങാണ്ട്, ഡ്രസ്സ് എടുക്കാണ്ട്, ഡ്രസ്സ് വേണം, കേക്ക് വേണം, ഐസ്ക്രീം വേണം, എല്ലതും വേണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്കെല്ലാം വാങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 3/4 മണിക്കൂർ, ഒരു 5:15 ആയതോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. എന്നാലേ അവൾ പറഞ്ഞതുപോലൊക്കെ വാങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ചിൽഡ്രൻസ് കോർണറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കാര്യങ്ങളും ഊഞ്ഞാലയും ഒക്കെ ഉള്ളത് കേട്ടോ. കറങ്ങുന്ന കാര്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഉരുസി വീഴുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഇനിയിപ്പോൾ എത്ര നേരം കളിച്ചാലും ഊഞ്ഞാലടിയാലും ഇതൊന്നുമില്ല. ടൈം എത്ര കിട്ടിയാലും അവർക്ക് കുറച്ച് ടൈം കിട്ടിയതുപോലെ ആയിരിക്കും. എന്തായാലും എല്ലാ ഇതിലും മാക്സിമം അവളെ കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ ഒറ്റയ്ക്കായ കാരണം നമുക്ക് മറ്റുള്ള ഇതിലൊന്നും ക്യാഷ് കൊടുത്ത് കയറുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ അവൾ അങ്ങനെ കയറിയിട്ടില്ല. അവൾ കൂടെ ആരുമില്ലല്ലോ, ഞാനല്ലേ പിന്നെ ഉള്ളത്, കാക്ക കൂടെ ഉണ്ടായിരുന്നില്ല.
സീനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണം പിന്നെ അങ്ങനത്തേലൊന്നും കയറില്ല. ഞാൻ പറഞ്ഞാൽ ഇതിലൊക്കെ കയറിയിട്ട് കുറച്ച് നേരം കളിച്ചോ, എന്നിട്ട് നമുക്ക് പോകുമ്പോൾ ഐസ്ക്രീമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുക, ഡ്രസ്സൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വേണ്ടി അവൾക്ക് പാർക്കിലെത്തിയാൽ മതി. എന്തായാലും ആ പാർക്ക് എന്നുള്ള ആ ഒരു മോഹം അന്ന് സഫലീകരിച്ച് കൊടുത്തു എന്ന് പറയാം. ടൈം 4:30 ആണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും അവിടുത്തെ വെയിലിനും ചൂടിനും നല്ല ശക്തമായിട്ടുള്ള ചൂടും അതൊക്കെയായിരുന്നു കേട്ടോ. വെയിലുണ്ട്, കുട്ടികൾ എന്നാലും ആടുന്നും കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് നേരം കളിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. കാരണം ടൈമില്ലല്ലോ. എന്തായാലും എല്ലാത്തിലും കുറേശ്ശെ അവൾ കളിച്ചിട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിലും കുറച്ച് സമയമൊക്കെ അവൾ അതിൽ സ്പെൻഡ് ചെയ്യാൻ സമ്മതം കൊടുത്തു കേട്ടോ. അവൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ഞാനെൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ടൈം എടുക്കാമായിരുന്നു. ഞങ്ങൾ ബസ്സിലാണ് വന്നത്, അതേപോലെ ബസ്സിൽ തന്നെ തിരിച്ചു പോകും. പിന്നെ ഓട്ടോ ഒക്കെ നമ്മൾ വിളിച്ച് പോകുമ്പോൾ ലേറ്റായിട്ടൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പേടിയാണ് എനിക്ക് കേട്ടോ. അങ്ങനെ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ ഭാഗത്തേക്ക് എപ്പോഴും ബസ്സില്ല, അതുകൊണ്ട് തന്നെ ടൈം നോക്കിയതിന് ശേഷമാണ് കളിക്കണതൊക്കെ കേട്ടോ. എല്ലാ ഇതിലും അവൾ കുറച്ച് നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങളൊരു 5-5:30 കൂടെയാണ് അവിടുന്ന് മടങ്ങിയത്. എന്തായാലും വീഡിയോസൊക്കെ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും കൂട്ടുകാരും മറന്നു പോകരുത്. എൻ്റെ കുഞ്ഞായിഷമാൻ്റെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ എല്ലാവരും. അങ്ങനെ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടോ. ഇവിടെ ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. ടിക്കറ്റ് എടുക്കുന്നതിലല്ല, ആ ഒരു സംഭവം കാണുമ്പോൾ എന്തായാലും കുട്ടികളെ കയറ്റാൻ നമുക്ക് തോന്നില്ല. അത്രയ്ക്കും ചളിയും വൃത്തികേടൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഒരുപാട് പേര് അതിൽ കളിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവളൊറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ കൂടെ വന്നതിൽ അവളൊറ്റയ്ക്കല്ലേ, അവളെ കാക്കിയും ആരുമില്ല. അപ്പോൾ വിചാരിച്ച് ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട നമുക്ക് പിന്നീട് കയറാം, പിന്നെ നമുക്ക് ഡ്രസ്സും കേക്കൊന്നും വാങ്ങാൻ ടൈം കിട്ടില്ല, ഇതിൽ കയറിയാൽ എൻ്റെ ഡ്രസ്സൊക്കെ ആകെ മോശമായി പോവും, അതുകൊണ്ട് നമുക്കിതിൽ കയറേണ്ടതാണ്. എന്തായാലും കുറച്ചേരൊക്കെ നോക്കിയിരുന്നു. ഇതേപോലെ അപ്പുറത്ത് അതൊരു ഊഞ്ഞാല പോലുള്ള സാധനം അതിൽ വലിയവരൊക്കെ കയറാം കേട്ടോ. അതിൽ വലിയവരൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കയറിയ ആവശ്യത്തിന് പേടിയാവില്ല, അതുകൊണ്ട് പിന്നെ അതിൽ അവരെ കയറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ സൈഡിൽ കാണുന്നത് ഇതാണ്ടല്ലോ പുഴയാണ് കേട്ടോ. അതിൽ വെള്ളമൊക്കെ കുറവായ കാരണം പുല്ലൊക്കെ വന്നിട്ട് വെള്ളം അങ്ങേ സൈഡിലാണ്. അതിന് ഞങ്ങൾ ഫ്ലവറിൻ്റെ വില്ലൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. ടൈം കഴിഞ്ഞു ഞങ്ങളെ ടൈം, അതുകൊണ്ട് തന്നെ ഇനി ഈ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് പോകുമ്പം മറ്റേ സൈഡിൽ കൂടെ അല്ലേ വന്നതെന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ പോവാട്ടോ. വിശാലമായിട്ടുള്ള നമ്മളെ പുഴയാണ്, പക്ഷേ വെള്ളമില്ല. മഴക്കാലമായാൽ ഇവിടെയൊക്കെ വെള്ളം കേട്ടോ. പാർക്കൊക്കെ അപ്പോൾ ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവൾ പറഞ്ഞേ കുറച്ചൊക്കെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ റീൽസിലൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. എന്തായാലും അവൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുക. ടൈമൊക്കെ ഒരുപാട് ആയിരിക്കണേ, ഇനി മതി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. കേക്ക് വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ടൈമില്ല എന്നാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടന്ന് പോകണം, എന്ന് വണ്ടി വിളിക്കാനുള്ളില്ല. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വാ, നമുക്ക് നടന്നിട്ട് പോകുമ്പോഴേക്കും ബസ് കിട്ടില്ല, നേരം ഒഴുകുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണം. അപ്പോൾ ഐസ്ക്രീം വാങ്ങി കൊടുക്കുക കേട്ടോ.
ഐസ്ക്രീം ആണോ വേണ്ടത് ചോക്കാബാറാണോ വേണ്ടത് ചോദിച്ചപ്പോൾ ചോക്കാബാർ മതി പറഞ്ഞപ്പോൾ പിന്നെ അത് അവൾക്ക് തന്നെ വാങ്ങിയിട്ടുള്ളൂ, കാരണം എനിക്ക് വാങ്ങിയിട്ടില്ല. തലവേദന പനിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട്. അപ്പം പിന്നെ തൊണ്ടവേദന എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല എന്താ പറയുക, നടന്നിട്ടൊക്കെ ആയിട്ടും വെയിലിൻ്റെ ചൂടൊക്കെ ആയ കാരണം ഞാൻ പിന്നെ ഒന്നും തണുത്തതൊന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പാർക്കിൽ നിന്നും ഞങ്ങളിതാ അവിടെ പറഞ്ഞ് പോവുകയാണ്. ടൈമില്ലാത്ത കാരണം തന്നെ പെട്ടെന്ന് പോവുകയാണ്. കാരണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് കാരണം തന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തൊരു കാര്യമില്ല. എന്തായാലും അവൾ ഹാപ്പി ആവാനുള്ളതൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ബാക്കി അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാപ്പി ആക്കണം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതും കേക്ക് വാങ്ങണമെന്നോ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം ടൈം ഒരുപാടായിരുന്നു. പിന്നെ പെട്ടെന്നൊക്കെ വാങ്ങലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഡ്രസ്സും കേക്കൊക്കെ പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ 6:30 ഒക്കെ ആയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. നല്ല തലവേദന ഉണ്ട്. അപ്പം നല്ല ചൂട് കട്ടൻ ചായയും നല്ല എരിവുള്ള നുറുക്കും കഴിച്ച് നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വീട്ടിൽ എൻ്റെ ഉപ്പയില്ല. അപ്പോൾ ഉപ്പ ഇല്ലാത്ത കാരണം ഉപ്പ വന്നതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ചായയുടെയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതാ ചെരുപ്പുണ്ട്. ചെരുപ്പ് പിന്നെ കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയ ചെരുപ്പായിരുന്നു കേട്ടോ. അത് അവൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളോട് പറഞ്ഞു പെരുന്നാൾക്ക് എടുത്ത ചെരുപ്പാണ്, പക്ഷേ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ബർത്ത്ഡേക്ക് നമുക്ക് ഇടാമെന്നും പറഞ്ഞു. അങ്ങനെ ഇതാ ജീൻസിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. വീഡിയോയിൽ എങ്ങനെ കാണുമെന്നറിയില്ല. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഗൗണൊക്കെ വാങ്ങി കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടെ ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വെച്ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ അവൾ ആ ഷോപ്പിൽ നിന്ന് ഇട്ട് നോക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാൾക്ക് വാങ്ങിയ ഒരു നെക്ലേസാണത്. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞവൾ. അപ്പോൾ ഓക്കെ എന്നാൽ സെറ്റ് എന്ന് പറഞ്ഞ് നമ്മളിതാക്കി. അപ്പോൾ ഡ്രസ്സൊക്കെ അവൾ മാറ്റി മുടിയൊക്കെ നല്ലപോലെ ഫ്രഷാക്കി അവൾക്കിതാ കേക്ക് മുറിക്കാനുള്ള സമയമാണ്. പപ്പാനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ വരുമ്പോഴത്തേനൊക്കെ നമുക്ക് സെറ്റ് ആവണമെന്ന് പറഞ്ഞ് കാത്തിരിക്കണം കേട്ടോ. വേറെ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ പപ്പാനെ കാത്തിരിക്കണം. കാക്കല്ല, ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും അവൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 പേരേ ഉള്ളൂ കേട്ടോ. എന്തായാലും എല്ലാ ബർത്ത്ഡേക്കും കേക്കോ അല്ലെങ്കിൽ സർപ്രൈസായിട്ട് ഉളപ്പിച്ച് കൊടുത്തു വിടലുണ്ട്. ഇത് പിന്നെ ഉമ്മച്ചിനോട് വാങ്ങിപ്പിച്ചാളാന്ന് ആദ്യം അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും അവൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പാർക്കിൽ പോയപ്പോൾ വരുമ്പോൾ നമ്മൾക്ക് കേക്കും വാങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹാപ്പിയിൽ പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് പാർക്കിൽ പോകണില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് കേക്കൊന്നും കട്ട് ചെയ്യില്ല. നല്ല ഒരു ഡിസ്റ്റർബുള്ള ദിവസമായിരുന്നു എനിക്ക്. എന്തായാലും അങ്ങനെ അവളെ ആഗ്രഹത്തിനനുസരിച്ച് പാർക്കിലും പോയി ഡ്രസ്സ് എടുത്ത് ചെയ്തു, കേക്ക് മുറിച്ചും ചെയ്തു. എൻ്റെ ഉപ്പ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഓളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉപ്പ അവളും കൂടിയും കട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു വേണ്ട അവൾ തന്നെ കട്ട് ചെയ്തോട്ടെ എന്ന് സൈഡിൽ നിന്ന് ഉപ്പ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി കട്ട് ചെയ്തു. കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴാണെങ്കിലോ അടിയിലേക്ക് എത്തിയിട്ടില്ല എന്നും പറഞ്ഞ് കുറച്ചും കൂടി നല്ലപോലെ കട്ട് ചെയ്യുന്നതായിരുന്നു. അവൾക്ക് കട്ട് ചെയ്യാനോ വേണ്ടത് അതെടുത്ത് കഴിക്കുകയാണോ വേണ്ടത് എന്നുള്ള ഹാപ്പിയിലായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അയാൾ തന്നെ അവൾക്ക് കേക്ക് വാങ്ങി കൊടുക്കുകയും ചെയ്ത് കട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഈ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. എൻ്റെ കുഞ്ഞു ആയിഷുമാൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.